Life is about exploring the moments that matter. Moments that no one can take away from you. That will stay with you forever. Maybe it's time to leave. Hello guys, welcome back to new vlog. ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലുള്ള മലയാളീസിനൊക്കെ കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ ബാംഗ്ലൂരിലോട്ട് വരുന്നവർ കൂടുതലും പോകുന്നൊരു പ്ലേസാണ്. എല്ലാവർക്കും അറിയുന്ന തന്നെ നന്ദി ഹിൽസ്. സോ മോർണിംഗ് അവിടെ 5:30ക്കാണ് സാധാരണ ഓപ്പൺ ആക്കാറ്. പക്ഷേ ഇപ്പോൾ കൊറോണ സീൻ കാരണം ഇപ്പോൾ 6:30ക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ 6:30 ടൈമിൽ ലെവലിൽ പോന്നു. ഇപ്പോൾ ഏകദേശം 6:30 കഴിഞ്ഞിരിക്കണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കൊറോണ സീനൊന്നുമില്ല, നല്ല തിരക്കുണ്ട്, നല്ല രീതിയിൽ തിരക്കുണ്ട്. ഞാൻ ലാസ്റ്റ് പോയത് കഴിഞ്ഞ ഇയറിലായിരുന്നു. കഴിഞ്ഞ ഇയറിലൊരു സോളോ റൈഡ് പോയിരുന്നത്. പിന്നെ എപ്പോഴാണ് പോണത്, കൊറോണ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് പോവാണ്. നല്ല തിരക്കുണ്ട്, നല്ല ബ്ലോക്കുണ്ട്. പിന്നെ ഒന്നാമത് ഞങ്ങൾ ലേശം ലൈറ്റാണ്. അവർ 6:30ക്കകത്ത് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എപ്പോഴാണ് മുമ്പേ ഓപ്പൺ ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ ബാക്കിലാണ്, നല്ല ബ്ലോക്കും ഉണ്ട്. പക്ഷേ നല്ല കാലാവസ്ഥയാണ്. ഒന്നാമത് ഡിസംബർ ആയതുകൊണ്ട് തന്നെ നല്ല കാലാവസ്ഥയാണ് ഇവിടെ. ഇപ്രാവശ്യം എൻ്റെ കൂടെ കൊളീഗ്സാണ്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്, ഒക്കെ നമ്മുടെ കേരളക്കാർ തന്നെയാണ്. ഞങ്ങളെല്ലാവരും കൂടി വീക്കെൻഡ് ആയപ്പോൾ ഒന്ന് പോരാന്ന് കരുതി. അങ്ങനെ നല്ല കാലാവസ്ഥയല്ലേ, നന്ദി ഹിൽസ് പോകുന്നതാണ്. അപ്പോൾ അവരൊക്കെ ഫ്രണ്ടിലാണ്, ഞാൻ കുറച്ച് ബാക്കിലായി. ഞാനൊന്ന് പെട്രോൾ അടിക്കാൻ കയറി, ലേറ്റായി. അവരൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. പിന്നെ നന്ദി ഹിൽസ് എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഓൾറെഡി തണുപ്പാണ്, പക്ഷേ ആ ഒരു ട്രാഫിക്കും ആ ഒരു സിറ്റി ലൈഫൊക്കെ മാറി ഒരു വേറൊരു ലെവലാണ് സത്യം പറഞ്ഞാൽ. നല്ല രീതിയിൽ ഫുള്ള് ക്ലൗഡും ഫുള്ള് തണുപ്പായിട്ട് ശരിക്കൊരു പക്ക നമുക്കൊരു ഊട്ടി എന്ന് പറയാം, ഊട്ടിയുടെക്കാളും മേലെ. സത്യം പറഞ്ഞാൽ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ ഫാമിലീസിനായാലും കപ്പിൾസായാലും ഫ്രണ്ട്സായാലും ആർക്കായാലും സോളോ റൈഡേഴ്സിനായാലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസാണ്. വന്നിരുന്ന് നമുക്കൊരു മിനിമം 2-3 hours അവിടെ സ്പെൻഡ് ചെയ്യാം. അത്രയും നടക്കാനും കാണാനും അത്രയും സ്പെൻഡ് ചെയ്യാനും ഉണ്ട് അവിടെ. നല്ല രസമാണ്. ഞാൻ ഒരു വട്ടം പോയതാണ്, പക്ഷെ അന്ന് സോളോ ആയിരുന്നു. ഇപ്പോൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയത് കരുതി അങ്ങനെ പോകുന്നതാണ്. ഇത് ബാംഗ്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 70-75 കിലോമീറ്റേഴ്സ് വരണം. ഹൈവേ തന്നെയാണ്, മുക്കാലും ഹൈവേ തന്നെയാണ്. ലാസ്റ്റ് ഒരു ഹൈവേ എന്നൊരു ടേൺ ഉണ്ട്. ഒരു ഏകദേശം ഒരു ഹൈവേ നിന്ന് നമുക്കൊരു ഏകദേശം 20-25 കിലോമീറ്റേഴ്സും ഇങ്ങോട്ട് പോരാണ്ട്. ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ, ബൈക്കിലൊന്നല്ല കാറിലായാലും വരികയാണെങ്കിൽ നേരത്തെ വരിക. എന്ന് വെച്ചാൽ ഓപ്പൺ ആവുന്ന സമയത്ത് തന്നെ ഇവിടെ എത്താൻ ലെവലിൽ വരിക. കാരണം ഗേറ്റ് ഓപ്പൺ ആവുമ്പോൾ തന്നെ എങ്ങനെയും ഫസ്റ്റ് എത്തി പെട്ടെന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ കയറാം, ഇല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ ആയിരുന്നു. ആ നേരത്തെ ആയതുകൊണ്ട് എനിക്ക് ഫസ്റ്റിനെ കയറി അതുകൊണ്ട് ബ്ലോക്കിൽ പെടാതെ എത്താൻ പറ്റി. പക്ഷെ ഇപ്പോൾ നല്ല ബ്ലോക്കാണ്. ബൈക്കേഴ്സൊക്കെ എത്തി പറഞ്ഞാൽ ഫസ്റ്റിന് എത്തുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് ഗേറ്റിൻ്റെ ഫ്രണ്ടിലോട്ട് കയറി ആദ്യം തന്നെ വേഗം കയറാം. അങ്ങനെ നമ്മൾ നന്ദി ഹിൽസിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തി. ഇവിടെ നിന്ന് തന്നെ നല്ലൊരു വ്യൂ ആണ്, നിങ്ങൾക്ക് കാണാമല്ലോ. നല്ല ക്ലൗഡാണ്. നമ്മൾ ആ കയറുന്നവിടെ തന്നെ നല്ല ക്ലൗഡാണ്. നമുക്കത് കാണുമ്പോൾ ഒരു ആഹ്ലാദമാണ് ആ ഒരു എൻട്രൻസിലോട്ട് കയറുമ്പോൾ തന്നെ. അങ്ങനെ നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ലൊരു ക്ലൈമറ്റാണ്, നല്ല രസം സത്യം പറഞ്ഞാൽ. നമുക്ക് വരുമ്പോഴത്തേന് നമുക്കൊരു ഇതാണ്.
നമ്മളങ്ങനെ എൻട്രി ഫീ ഒക്കെ കൊടുത്ത് കയറി. എൻട്രി ഫീ വരുന്നതെന്ന് വെച്ചാൽ പെർ പേഴ്സൺ 5 രൂപയാണ്. പിന്നെ ബൈക്കിന് പാർക്കിംഗ് ഫീ ഉണ്ട്, അത് 15 രൂപയാണ്. കാറിനാണെങ്കിൽ 60 രൂപയാണ്. നമുക്ക് ബൈക്കിനൊക്കെ വരികയാണെങ്കിൽ ടോട്ടൽ ഒരു 2 ആൾ കൂടി വരികയാണെങ്കിൽ 25 രൂപ വരുള്ളൂ. സത്യം പറഞ്ഞാൽ 5 രൂപ ഒന്നുമല്ല നമുക്കിവിടെ എൻട്രൻസ് ഫീ വേണ്ടത്. കാരണം നമുക്ക് അത്രയും കാണാനുണ്ട്. നല്ലൊരു പ്ലേസ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ മെയിൻലി എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് നടന്ന് കാണാനാണ്. കുറേ സ്ഥലമുണ്ട് ഇതിന്. ചുറ്റി കിടക്കുകയാണ് സത്യം പറഞ്ഞാൽ. ഈ ഹില്ലിൻ്റെ മുകളിൽ ചുറ്റി കിടക്കുകയാണ്. ഈ നമ്മൾ ജസ്റ്റ് ഒരു പാർക്കിലോട്ട് പോയിരുന്ന മാതിരില്ല, നമുക്ക് കുറേ നടക്കാനും കുറേ കാണാനും ഉണ്ട് ഇവിടെ. നടന്ന് കാണാം. അതിനാണ് സത്യം പറഞ്ഞാൽ ഫാമിലീസിൻ്റെ കൂടെ ആയാലും ഈ കപ്പിൾസിനായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആയാലും ഇങ്ങനെ നടന്ന് നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാം. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ആൾക്കാർക്ക് ഒരു വീക്കെൻഡ് ശരിക്കും സ്പെൻഡ് ചെയ്ത് കുറച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ചെയ്ത് നടക്കാൻ പറ്റിയൊരു പ്ലേസ് തന്നെ നന്ദി ഹിൽസ്. എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ്. നമ്മൾ പോയ ഒരു എക്സ്പീരിയൻസ് അവരൊന്ന് ഷെയർ ചെയ്യുക. ഈ കുറേ പേർക്ക് അറിയില്ല, നന്ദി ഹിൽസ് പറയുന്നത് കേൾക്കുന്നുണ്ടാവും, പക്ഷേ അറിയാത്തവരുണ്ടാവും. അപ്പോൾ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നിറയെ ഫോട്ടോസിനും വീഡിയോസിനും പറ്റിയൊരു പ്ലേസാണ്. കാരണം ക്ലൗഡും അതിൻ്റെ ഭംഗിയും നല്ലൊരു പച്ചപ്പും. അപ്പോൾ ഞാൻ എടുത്തൊരു ഫോട്ടോ കാണാം. നിങ്ങൾക്ക് ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി കൂടുതൽ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസൊക്കെ കാണാനായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുക, ഹിമാലയൻ ബീറ്റ്സ്. അപ്പോൾ നല്ല എൻ്റർടൈൻമെൻറ്റ് വീഡിയോസൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. നന്ദിൽസിലോട്ടൊക്കെ വരികയാണെങ്കിൽ രാവിലെ വരണം. രാവിലെ എന്നല്ല, ഇപ്പോൾ ഈ ഡിസംബർ ആയതുകൊണ്ട് ഇത് ഏകദേശം ഉച്ചവരെയോളം നല്ല ഇതിൽ ക്ലൗഡുണ്ട്. ഉച്ചവരെ നല്ല ഫുൾ ഡേ ക്ലൗഡ് ഉണ്ടാവും. ഏകദേശം ഒരു 11-12 മണി വരെയൊക്കെ നല്ല ക്ലൗഡുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 8 മണി 8:30 ആയിട്ടുണ്ടാവും. അപ്പോഴാണ് ഈ കാണുന്നത് ക്ലൗഡ്. അത്രയും നല്ലൊരു വ്യൂ ആണ് അവിടെ. അത് നമ്മൾ വിചാരിക്കും നന്ന രാവിലെ പോയാൽ നല്ല ക്ലൗഡ് ഉണ്ടാവും. നന്ന രാവിലെ എന്നല്ല, അതൊരു 8-10 മണി വരെയൊക്കെ നല്ല ക്ലൗഡാണ്, നല്ല വ്യൂ ആണ് കിട്ടുന്നത്. ഇത് നമ്മൾ അവിടുന്ന് നമ്മളെ ടോപ്പിലോട്ട് കയറുന്നതിന് മുമ്പേ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ടുള്ള വഴിയാണ്. അതൊരു അമ്പലത്തോട്ടുള്ള വഴിയാണ്. ഭയങ്കര നൈസ് വഴിയാണ്. കാരണം ആ ഒരു ഏരിയ ഫുള്ള് ക്ലൗഡ്. നമ്മളൊരു സത്യം പറഞ്ഞൊരു സ്വർഗത്തിലോട്ടുള്ള വഴി എന്ന് പറയില്ല, ഇറങ്ങിപ്പോണ മാതിരി. അതൊരു നമുക്കൊരു ഫീലിങ്. അങ്ങനെ ഒരു നല്ലൊരു ഏരിയ ആണത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 11-11:30 ആയപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ നല്ല വ്യൂ ആണ്, നല്ല ക്ലൗഡും ഉണ്ട്, നല്ല രീതിയിൽ തണുപ്പുണ്ട്. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാറുണ്ട്. ഈ സമയത്തും നല്ല യാത്രക്കാർ വരുന്നുണ്ട്, ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. കാണാമല്ലോ, നല്ല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്.
കാരണം നല്ലൊരു കാലാവസ്ഥയാണ്. അതുകൊണ്ട് ആൾക്കാർക്ക് ടൈമൊന്നുമില്ല, നല്ല രീതിയിൽ വരുന്നുണ്ട്. വീക്കെൻഡ് കൂടിയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ നമ്മുടെ വ്ളോഗ് ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ. ഇറ്റ്സ് മീ അസ്ലം സൈനിങ് ഓഫ്. What do you think is happening?